വിദ്യാഭ്യാസ രംഗത്ത് ഒരു പ്രശ്നമുണ്ട്. കുട്ടികളെ എന്ത് ലക്ഷ്യത്തോടു കൂടി വേണം വളർത്തിയെടുക്കേണ്ടത്? ഒരു നേഷൻ പറയും, നേഷനോട് കൂറുള്ള പൗരന്മാരെയാണ് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെയല്ലേ? നിങ്ങളും അങ്ങനെ തന്നെയല്ലേ കേട്ടിട്ടുള്ളൂ? പക്ഷേ വേറൊരു വശമുണ്ട്. മനുഷ്യരാശിയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഓരോ വിദ്യാർത്ഥിയും വളർന്നു വരേണ്ടത് ആരായിട്ടായിരിക്കണം? നല്ല മനുഷ്യനായിട്ട്, അല്ലേ? നല്ല മനുഷ്യനായിട്ട് കുട്ടികൾ വളർന്നു വരുമ്പോൾ പലപ്പോഴും നല്ല പൗരനായിട്ട് ഇരിക്കാൻ സാധിക്കില്ല എന്ന് വരും. അങ്ങനെയില്ലേ? രാജ്യത്തിനോടുള്ള കൂറും മനുഷ്യരാശിയോടുള്ള കൂറും വ്യത്യസ്തമാണ്. വിദ്യാഭ്യാസ രംഗത്ത് പ്രസിദ്ധമായ ഒരു സംഭവം പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. സാൻഡേഴ്സൺ ദ ഗ്രേറ്റ് സ്കൂൾ മാസ്റ്റർ എന്നാണ് എൻ്റെ പേര്. സാൻഡേഴ്സ് ഇത് ബ്രിട്ടീഷുകാർ ലോകം ഭരിക്കുന്ന, മിക്കവാറും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭരിക്കുന്ന, ഇന്ത്യ ഉൾപ്പെടെ ഉള്ള എല്ലാ രാജ്യങ്ങളും ഭരിക്കുന്ന ഒരു ശക്തിയായിട്ട് വളർന്നു നിൽക്കുന്ന കാലത്ത് ഒരു നല്ല അധ്യാപകനായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നല്ല ഒരു അധ്യാപകനായിരുന്നു, ഒരു ഹെഡ് മാസ്റ്ററായിരുന്നു സാൻഡേഴ്സൺ. അപ്പോൾ അദ്ദേഹം ഒരു പ്രശ്നം നേരിട്ടു. ആഴ്ചയിലെ 6 ദിവസവും അല്ലെങ്കിൽ 5 ദിവസവും സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് ബ്രിട്ടാനിയ റൂൾസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ ആധിപത്യം ലോകം മുഴുവൻ അറിഞ്ഞു നിൽക്കട്ടെ എന്നാണ് അതിലെ ആശയം. അപ്പോൾ ബ്രിട്ടനോട് കൂറുള്ളവരായി ലോകത്തെ അവരുടെ ആധിപത്യത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികൾ വളർന്നു വരട്ടെ എന്നതായിരുന്നു ആഴ്ചയിലെ 6 ദിവസവും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ ബാധ്യസ്ഥനായിരുന്നത്. എന്നാൽ ഞായറാഴ്ച പള്ളികളിൽ പോയി പ്രാർത്ഥന നടത്തുമ്പോൾ, കുർബാന നടത്തുമ്പോൾ അവിടെ സൺഡേ സ്കൂളുണ്ട്. സൺഡേ സ്കൂൾ എനിക്ക് അറിയാം. അവിടുത്തെ പ്രധാന പരിപാടി കഴിഞ്ഞിട്ട് കുട്ടികളെ ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കുന്ന കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് സൺഡേ സ്കൂൾ. അവിടെ പഠിപ്പിക്കുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ്. ഇപ്പോൾ ബ്രിട്ടന്റെ ആധിപത്യം ലോകം മുഴുവൻ നിൽക്കട്ടെ
എന്ന് പറയുമ്പോൾ പത്തിനോട് പോലുള്ള പൗരന്മാരായിട്ട് വരണം. അതേസമയം എന്താണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഉത്തമത സിദ്ധാന്തം പഠിപ്പിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്ന മനുഷ്യരായി വളർന്ന കുട്ടികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇത് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ഈ ഹെഡ് മാസ്റ്ററുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. വളരെ ആത്മാർത്ഥതയുള്ള ഒരു ഹെഡ് മാസ്റ്ററായിരുന്നു അദ്ദേഹം. സ്കൂളിൻ്റെ ആനിവേഴ്സറിയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ പ്രശ്നം അവതരിപ്പിച്ചു. അദ്ദേഹം നേരിടുന്ന മാനസികമായ പ്രശ്നം. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് താങ്ങാനാകാതെ അവിടെ ആ വേദിയിൽ അദ്ദേഹം വീണ് മരിക്കുകയാണ് ചെയ്തത്. ഇത് ലോകമെമ്പാടും ഉള്ള വിദ്യാഭ്യാസ ചിന്തകരെ വല്ലാതെ അലട്ടിയ, അവരെല്ലാം വല്ലാതെ ബാധിച്ച ഒരു സംഭവമായിരുന്നു. എന്നാൽ നിങ്ങളത് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടോ ഇല്ലേ? മനുഷ്യരാശിയോട് സ്നേഹിക്കുന്ന മനുഷ്യസ്നേഹികളായി നമ്മുടെ അടുത്ത തലമുറ വളർന്നു വരട്ടെ എന്ന ഉദ്ദേശം ഒരു വശത്ത്, ഇന്ത്യ രാജ്യത്തോട് ഊറുള്ള പൗരന്മാരായി ഇന്ത്യയിലെ കുട്ടികൾ വളരട്ടെ എന്ന് പറയുമ്പോൾ അത് വേറെയാണ്. ആ സന്ദർഭത്തിൽ പാകിസ്ഥാനിലെ മനുഷ്യർ ശത്രുക്കളാണ് അല്ലേ? ചൈനയിലെ മനുഷ്യർ ശത്രുക്കളാണ്. എന്നാൽ മനുഷ്യരെന്ന നിലയിൽ അവരെല്ലാം കാണുമ്പോൾ അവരെല്ലാം സഹോദരനാണ് അല്ലേ? ഇത് ഇന്ന് ലോകത്തിൽ ലോകമെമ്പാടും വിദ്യാഭ്യാസ രംഗത്ത് നേരിടുന്ന ഒരു മാനസികമായ പ്രശ്നമാണ്. ഇത് എടുത്തിരുന്നു ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം എന്തായിരിക്കണം എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകരായിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല മനുഷ്യരായി, മാതൃകാ മനുഷ്യരായി നമ്മുടെ അടുത്ത തലമുറ വളർന്നു വരുവാനുള്ള ഒരു സാഹചര്യം, ഒരു മനോഭാവം നമ്മുടെ അടുത്ത തലമുറയിലുള്ളവർക്ക് ഉണ്ടായിരിക്കട്ടെ എന്നതായിരിക്കണം നമ്മുടെ അധ്യാപകരായി, നിങ്ങളെല്ലാം അധ്യാപകരായി തീരാൻ പോകുന്നവരാണ്. നിങ്ങളുടെ എല്ലാം ലക്ഷ്യം സാധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ നോക്കുമ്പോൾ അടുത്ത തലമുറ ഏത് രംഗത്ത് അവർ വളർന്നു വന്നാലും ഇപ്പോൾ SSLC, +2 എന്നീ ലെവലുകൾ എത്തുമ്പോൾ എല്ലാവരുടെയും നോട്ടം ഇങ്ങനെ ഡോക്ടറാകാം, ചായ കുടിക്കുന്ന സമയത്ത് യന്ത്രവല്ലവരും എങ്ങനെ നല്ല ഡോക്ടറാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം
നല്ല എഞ്ചിനീയറാകാൻ നല്ല എഞ്ചിനീയറാക്കാൻ സാധിക്കും.